ഹായ് ഓൾ, മറ്റൊരു സിനിമയുടെ വിശേഷവുമായാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു തുടരും, ഡയറക്ടഡ് ബൈ തരുൺ മൂർത്തി. നമുക്കറിയാം, ജനുവരി 13 ഈ സിനിമ ആദ്യമായിട്ട് റിലീസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം 2024 ഡിസംബർ തൊട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നത്. കാരണം നമുക്കറിയാം, സൗദി വെള്ളയ്ക്ക, അതേപോലെ ഓപ്പറേഷൻ ജാവോ പോലത്തെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച തരുൺ മൂർത്തി മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലുമായി യുണൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ. അത് മാത്രമല്ല, 21 വർഷത്തിന് ശേഷം ശോഭന നാടകവുമായി നമ്മുടെ ലാലേട്ടൻ ഒരുമിച്ചൊരു കോമ്പിനേഷൻ സിനിമ വരുന്നു. ഇതൊക്കെയായിരുന്നു തുടരും എന്ന സിനിമയിൽ ഞാൻ കൂടുതൽ ആകാംക്ഷയോടെ എന്നെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ജനുവരി ആയപ്പോഴത്തേക്കും പറയുന്നു, നമ്മുടെ ഈ സിനിമയുടെ എഡിറ്ററായിട്ടുള്ള നിഷാദ് യൂസഫ് ആദ്യം തന്നെ പുള്ളിക്കൊരു പ്രണാമം അർപ്പിക്കുകയാണ്. ബ്രില്യൻ വർക്കായിരുന്നു ഈ സിനിമയിൽ. അപ്പം ആളുടെ പെട്ടെന്നുണ്ടായ മരണം, അതേപോലെ OTT തർക്കങ്ങളൊക്കെ കാരണം സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുന്നു. അങ്ങനെ എമ്പുരാൻ റിലീസ് ചെയ്യുന്നു. എമ്പുരാൻ്റെ ഓളവും ഇതേ കണക്ക് ഇൻഡസ്ട്രിയൽ ഹിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ പീസ്ഫുള്ളായി ഇന്ന് ഏപ്രിൽ 25 തുടരും കേരളവും ഇന്ത്യയും അതേപോലെ ലോകമെമ്പാടും റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഷോ 10 മണിക്കായിരുന്നു. അത് കണ്ടതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഐ ആം 100% ഹെവിലി സാറ്റിസ്ഫൈഡ്. ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലെ കട്ട ലാലേട്ടൻ ഫാനിനപ്പുറം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ലാലേട്ടനുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ഞാൻ കണ്ടിട്ടുള്ള കുട്ടിത്തം നിറഞ്ഞ നിറപുഞ്ചിരിയോടെ ഒരു നിഷ്കളങ്കനായ നാട്ടുമ്പുറത്തുകാരനായ മലയാളികളുടെ സ്വന്തം ഏട്ടനായ മകനായ ആ ഒരു മോഹൻലാലിനെ പലയിടത്തും നമ്മൾ മിസ് ചെയ്തിരുന്നു. ഞാൻ അടക്കം പേഴ്സണലി മിസ് ചെയ്തിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ മോഹൻലാലിനെ നമുക്ക് മുമ്പിൽ പകർത്തി വെച്ചിട്ടുണ്ട് തരുൺ മൂർത്തി. അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഫാൻ ബോയാണ്. അപ്പോൾ ആ ഒരു ഫാൻ ബോയ് ആ ഒരു പടം എടുത്തേക്കുന്നതിൻ്റെ എല്ലാവിധ ക്വാളിറ്റീസും അല്ലെങ്കിൽ എല്ലാവിധ ആ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എക്സ്പ്ലോർ ചെയ്ത് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡയറക്ടേഴ്സ് മെറ്റീരിയലാണ് മോഹൻലാൽ. പണി അറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ അദ്ദേഹത്തെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നഖം മുതൽ കാല് വരെ കംപ്ലീറ്റ് ആക്ട് ചെയ്യും. അത് ക്ലോസപ്പ് ഷോട്ടുകളിൽ പ്രകടമാണ്. ഹെവിലി സാറ്റിസ്ഫൈഡ്. എനിക്ക് ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് തരുൺ മൂർത്തി. വേറെ ആരോടുമില്ല, തരുൺ മൂർത്തിയോടാണ് എൻ്റെ ഏറ്റവും വലിയ താങ്ക്സ്. കാരണം എൻ്റെ ആ ഒരു ലാലേട്ടനെ, ഞാൻ ആഗ്രഹിച്ച എൻ്റെ ലാലേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് അല്ലെങ്കിൽ മോഹൻലാൽ എങ്ങും പോയിട്ടില്ല. മോഹൻലാലിന് തിരിച്ചു വരവൊന്നും ഞാൻ പറയില്ല, കാരണം മോഹൻലാൽ എങ്ങും പോയിട്ടില്ല. ഹി സ്റ്റിൽ ദെയർ. മലയാളത്തിൻ്റെ തമ്പുരാൻ അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിയുടെ ചിരഞ്ജീവിയായിട്ടുള്ള ഒരേ ഒരു പെർഫോമർ എന്ന് പറയുന്നത് അൺഡൗട്ടഡ്ലി മോഹൻലാലാണ്. അത് കഴിഞ്ഞുള്ളൂ. അത് കാണിച്ചു തരുന്ന ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജാണ് ഈ സിനിമ. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ സിനിമയുടെ പോസിറ്റീവ് അല്ലെങ്കിൽ ഈ സിനിമയുടെ മൂല ഘടകം അല്ലെങ്കിൽ ഈ സിനിമയുടെ ഹൃദയം, ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്ന മോഹൻലാലാണ്. ഔട്ട് ആൻഡ് ഔട്ട് 2.25 മണിക്കൂർ മോഹൻലാൽ പെർഫോമൻസ് കൊണ്ട് നിറഞ്ഞാടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, നീ ഒരു മോഹൻലാൽ ഫാൻ, എന്താണ് ഇപ്പോഴും നീ മോഹൻലാൽ ഫാനായിട്ട് ഇരിക്കുന്നത്, അദ്ദേഹത്തിന് എത്ര സിനിമകൾ പൊട്ടി? എനിക്ക് പറയാനുള്ളത്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ആ ഒരു റൈറ്റ് ടൈം റൈറ്റ് മൊമെന്റിൽ അദ്ദേഹം ചാടും. ആ ചാടി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് മുതൽ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു മൊമെന്റ് തൊട്ട് ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. ഫാമിലീസ് കംപ്ലീറ്റ് തിയേറ്ററിൽ വന്ന് ഇറങ്ങി മറിയും. അത്രയ്ക്ക് അവർക്ക് അതിന് വേണ്ട സാധനം ഇതിനുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് ഫാമിലി പാക്കേജ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതായത് സിനിമ തുടങ്ങുന്നു, ടൈറ്റിൽ കാർഡ് സിംപ്ലി മോഹൻലാലിനുള്ളൂ. കംപ്ലീറ്റ് ആക്ടറൊന്നും ഒന്നുമില്ല, ഒരു വെടി ബഹളം ഒന്നുമില്ല. മോഹൻലാൽ തുടരും വരുന്നു. പിന്നീട് അങ്ങോട്ട് പുള്ളി ആ കുടുംബത്തിൽ ഒരു മകൾ, ഭാര്യയായിട്ട് ശോഭന ചേച്ചി, പറയേണ്ട ആവശ്യമില്ല, ശോഭന ചേച്ചി, അതുപോലെ ലാലേട്ടൻ, ഇവർ 4 പേരും കൂടെ പറഞ്ഞാൽ ആ ഒരു കുടുംബം, ആ ഒരു നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മോഹൻലാലിൻ്റെ കുറച്ച് കോമഡികളായിട്ട്, കുറച്ച് നാട്ടിൻപുറം ഫലിതങ്ങളും അതേപോലെ കുറേ ചേഷ്ടികളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക, നന്മ നിറഞ്ഞങ്ങോട്ട് പോവുക. പക്ഷെ ഒരു പോയിന്റ് ഒക്കെ കഴിയുമ്പോൾ ഈ പടം ശരിക്കും എന്താണെന്നുള്ള റേഞ്ചിലേക്ക് പടം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഇത് വേറൊരു റേഞ്ചിലേക്ക്, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഇൻറ്റൻസ് റേഞ്ചിലേക്ക് പോവുകയാണ്. അപ്പോഴും ഈ പടം ഫാമിലി എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ഫാമിലി ഇമോഷണൽ സ്റ്റഫ് കൈവിടുന്നില്ല. പക്ഷേ ഇത് ഫീൽ ഗുഡിൽ നിന്ന് മാറി വേറെ ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ വരുമ്പോൾ ആനക്കൂട്ടത്തെ കാണിക്കുന്നുണ്ട്. അപ്പം ആന തൻ്റെ കുടുംബമായിട്ട് അല്ലെങ്കിൽ തൻ്റെ പിടിയാനയും അതേപോലെ മക്കളും ഒക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് കാട്ടിൽ വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൃഗമോ അല്ലെങ്കിൽ വാട്ടവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് മതം പൊട്ടുന്ന ആന എന്താ ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ആന നടക്കുമ്പോൾ കാട് അല്ലെങ്കിൽ വനം കൂടെ നടക്കും. സീരിയസ്ലി ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഒരുപാട് നിമിഷം കരഞ്ഞു. എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. ഞാൻ കള്ളം പറയുന്നില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ 3-4 ടേക്ക് എടുത്തു. കണ്ണിൽ ശരിക്കും വെള്ളം വന്നു. കാരണം എൻ്റെ ലാലേട്ടനെ ഞാൻ പല സീനുകളിലും ഞാൻ എൻജോയ് ചെയ്തു. ഞാനങ്ങ് എൻ്റെ അടുത്തിരുന്ന എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് വരെ എന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയ്ക്കും ഇമോഷണലി എന്താ പറയുക നിറഞ്ഞു. സന്തോഷം, ആനന്ദ കണ്ണീരില്ലേ, അതെനിക്ക് വന്നു ഫസ്റ്റ് ഹാഫ് തീരുന്നവരെ.
ഇമോഷണൽ മൊമെന്റ്സിൽ ലാലേട്ടനോടൊപ്പം കരയുക, ലാലേട്ടൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുക. അതായത് ഞാൻ പറഞ്ഞത്, ആന നടക്കുമ്പോൾ കൂടെ കാട് നടക്കുന്ന പോലെ ലാലേട്ടനെ ഒരു ആനയും സങ്കല്പിച്ച് കഴിഞ്ഞാൽ കാടാണ് നമ്മൾ പ്രേക്ഷകർ. നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഓറ മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളത് അത് തുറന്ന് കാണിച്ചത് തരുമൂർത്തിയാണ് ഈ അടുത്ത്. ഒരുപക്ഷെ ഭ്രമരത്തിന് ശേഷം ഇത്ര ഇൻറ്റൻസ് ആക്ടിങ് ഞാൻ ലാലേട്ടനിൽ കണ്ടത് ഈ സിനിമയിലാണ്, സീരിയസ്ലി. അപ്പോൾ അത് വളരെ നന്നായിട്ടാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ ക്ലീശ അല്ലാത്ത രീതിയിൽ വളരെ ഒരു വെറൈറ്റി രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം സൈഡ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും. ഷൺമുഖം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ്റെ കയ്യിൽ സേഫാണ്. ആൻഡ് ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച നമ്മുടെ ആനന്ദ സിനിമയല്ലേ, നമ്മുടെ നാരായണിയുടെ 3 ആൺമക്കളിൽ ഉണ്ടായിരുന്ന ആ പയ്യൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശോഭന ചേച്ചി, ഓഫ്കോഴ്സ് ശോഭന ചേച്ചിയുടെ ഡയലോഗ്സോ അല്ലെങ്കിൽ ഇതല്ല, ശോഭന ചേച്ചിയുടെ ഓരോ നോട്ടമുണ്ട്, 1-2 സീനുകളുണ്ട്, അത് മതി. ശോഭന ചേച്ചിയിൽ പെർഫെക്റ്റ് കാസ്റ്റ് ആണ് നമുക്ക് കാണിക്കാൻ. ആൻഡ് ദർ ബോഡി ലാംഗ്വേജസ് വാസ് ആൾസോ വെരി ഗുഡ്. ആൻഡ് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ മണിയമ്പുള്ള രാജുചേട്ടൻ ചെറിയ റോളാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ക്ഷീണിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ്. പിന്നെ വരുമ്പോൾ നമ്മുടെ ബിനു പപ്പു തരുമൂർത്തിയുടെ ഒരു സ്ഥിരം ആളാണ്. പുള്ളിയുടെ ഈ പറഞ്ഞ 2 സിനിമകളിലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ടായിരുന്നു. വളരെ നല്ല റോളാണ്. ഇനി എടുത്ത് പറയേണ്ടത്, ഈ സിനിമ ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഒരാൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ വേണം. ആൻഡ് ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ഇതിൽ അഭിനയിച്ചേക്കുന്ന പുള്ളിയെ ഞാൻ തപ്പി, പ്രശാന്ത് വർമ്മ എന്നാണ് പുള്ളിയുടെ പേര്, ഒരു ആഡ് ഡയറക്ടറൊക്കെയാണ്. ഞാൻ വന്ന പാടായതാണ് തപ്പിയത്, എനിക്ക് അറിയില്ലായിരുന്നു പേര്. മാൻ സൂപ്പർ, ഫസ്റ്റ് പടം പറയിക്കത്തില്ല, അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, അത്രയ്ക്കും വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ ദേഷ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനോടുള്ള ഇമോഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഇമോഷൻസിനൊപ്പം നമ്മൾ എലിവേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും വില്ലനിൽ നിന്നുണ്ടാകുന്ന മാനറിസം ഫാക്ടറാണ്. ആ മാനറിസം ഈ പറഞ്ഞ നമ്മുടെ പ്രശാന്ത് വർമ്മ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. CI ആയിട്ട് അടിപൊളി ക്യാരക്ടർ, അടിപൊളി പെർഫോമൻസ്. അതോടൊപ്പം പിന്നെ ലാലേട്ടൻ്റെ ഫൈറ്റ്, എൻ്റെ മോനെ, ഇതിൻ്റെ അകത്തൊരു പോലീസ് സ്റ്റേഷൻ സീനുണ്ട്, ഒരു രക്ഷയില്ല ഇതിൻ്റെ അത്. അത് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ ടോപ്പ് നോച്ചാണ്, ടെക്നിക്കൽ വർക്ക് ആയിക്കോട്ടെ. ഇനി എടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ജെക്സ് ബി ജോയ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജെക്സ് ബി ജോയ് എന്ന് പറയുന്ന പേര് അതിൽ കണ്ടിട്ടുള്ളപ്പോൾ തന്നെ മ്യൂസിക്കിൻ്റെ മിനിമം ഗ്യാരണ്ടീഡ് മിനിമം ഗ്യാരണ്ടി മാക്സിമം പീക്ക്നെസ് അതിൽ കിട്ടിയിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിലാണ് കണ്ടത്. ആൻഡ് വിഷ്ണു ഗോവിന്ദിൻ്റെ ഓഡിയോഗ്രഫി, ഇത് രണ്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. മ്യൂസിക്, അതായത് ഫീൽ ഗുഡ് സമയത്ത് ഫീൽ ഗുഡ് മ്യൂസിക് കൊടുക്കുക, ഈ പിന്നെ കുറച്ച് ത്രില്ലർ മോഡിലേക്ക് പോകുമ്പോൾ ആ മ്യൂസിക് കൊടുക്കുക, പിന്നീട് ഈ പറഞ്ഞ കണക്ക് കുറച്ച് കാന്താര വൈബിലുള്ള ഫോക്ക് സാധനം വരുമ്പോൾ ആ ഒരു വൈബ് കൊടുക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കാം. മാൻ ജെക്സ് ബി ജോയ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ ഒരു ചെമ്പാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി വൺ. ഇതിൽ എനിക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല, എനിക്ക് നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു മോഹൻലാൽ ഫാൻ മാറ്റി നിർത്തിയ ഒരു സിനിമ ആസ്വാദകനാണെങ്കിൽ പോലും ഇതിൽ നെഗറ്റീവ്സ് ഇല്ല. കാരണം തരുമൂർത്തി മോഹൻലാലിനുള്ള ക്യാരക്ടറിനെ പോർട്രേ ചെയ്തേക്കുന്നത്, പ്രസന്റ് ചെയ്തേക്കുന്നത്, അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആണ്. ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ആൾസോ അതിനെങ്ങനെ പോകുന്നുണ്ട്. സ്റ്റോറി ഒന്നും വലിയ പുതുമയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രെഡിക്റ്റബിൾ ആണ്. ഈവൻ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോറിയാണ്. പക്ഷേ ഇത് ത്രില്ലർ ജാണർ പടമല്ല, ഇതൊരു ഫാമിലി ഡ്രാമ ടൈപ്പ് സിനിമയാണ്. അത് ആ ഒരു ഇതിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ആൻഡ് ലാലേട്ടൻ ആസ് എ പെർഫോമർ ആൻഡ് ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടും. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള ഫൈറ്റ് ഒരു രക്ഷയില്ല, ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. അതായത് ഒരുപാട് എന്താ പറയുക, എനർജിഫൈഡ് മൊമെന്റ്, ചാടി എണീറ്റ് കൈയടിക്കാനുള്ള മൊമെന്റ്, വിസിലടിക്കാനുള്ള മൊമെന്റ് ഒക്കെ ഈ സിനിമയിലുണ്ടെന്ന്, ഈ ചെറിയൊരു സിനിമയിൽ അത് മതി. ലാലേട്ടനെ പോലുള്ള ഒരാളെ ഇങ്ങനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമെന്നാണ് എനിക്ക് ബാക്കിയുള്ളവരെടുത്ത്. അതേപോലെ ലാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യൂ, നമുക്കിത് മതി. നമുക്കിനി ഒരു 2-3 വർഷത്തേക്ക് ആലോചിച്ച് സന്തോഷിക്കാനുള്ള സാധനം ഇത് നിങ്ങൾ തന്നിട്ടുണ്ട്, ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ എടുക്കും എന്നുള്ളതാണ്. ആൻഡ് തരുമൂർത്തി വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ സൈലൻ്റായി നിന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പെക്ടേഷൻ എനിക്കുണ്ടായിരുന്നു, അതെല്ലാം മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ഞാനത് വെറും തീരെ പ്രതീക്ഷയില്ലാതല്ല പോയി, ഒരുപാട് പ്രതീക്ഷയോടെ പോയത്. അതെല്ലാം എനിക്ക് ഈച്ച് ആൻഡ് എവരി മൊമെന്റിൽ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു അടിപൊളി റൈഡായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് രാത്രി തന്നെ ഒന്നും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിരിക്കും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഞാനിന്ന് പോയപ്പോൾ ഒരു അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഏജിലായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞാനപ്പോൾ അവർ വേറൊരാൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടു. അതായത് മോഹൻലാൽ ജസ്റ്റ് ഇത് വന്ന് നിന്നാൽ പോലെ, നമുക്ക് മോഹൻലാലിനെ കണ്ടാൽ പോലെ ആ മോൻ അല്ലെങ്കിൽ ആ ആള് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്വീകരിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടൻ നിന്ന് സ്ക്രീനിൽ നിന്ന് ഇതേ കണക്കുള്ള 1-2 ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചാൽ മതി, അത് മതി ഞങ്ങൾക്ക്. ട്രൂ ഫാൻസിന് അത് മതി. ഇതിന് ഹേറ്റേഴ്സ് ഉണ്ടാവത്തില്ല ഈ സിനിമയ്ക്ക്. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാതെ അതിനെ വിമർശിക്കുന്നവരായിരിക്കും. കണ്ടിട്ട് ഇതിൽ പറയാനായിട്ട് നെഗറ്റീവ് സൈഡ്സ് ഇല്ലാതെ അത്രയ്ക്കും അടിപൊളി ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കും, അടുത്ത 100 കോടി അടിക്കും, തിയേറ്റർ നിറഞ്ഞു മറിയും, നൈറ്റ് എക്സ്ട്രാ ഷോസ് ഉണ്ടാവും, ഉറപ്പാണ്. ഇനി ഞാനിതിൽ വിട്ടുപോയൊരു കാര്യം, ഇതിൻ്റെ തുടക്കത്തിൽ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട്,
മിഴിയോരം എന്ന് പറഞ്ഞ പാട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഷോട്ട്സും പഴയ ലാലേട്ടൻ്റെ കുറേ ഫോട്ടോസും വിൻറ്റേജ് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ലത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ കൺമണി പൂവേ കണ്ണാടി പൂവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ജി ശ്രീകുമാർ മോഹൻലാലിൻ്റെ ഒരു പാട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പെർഫെക്റ്റ് ആണ്. അത് നമ്മൾ പാട്ട് ആദ്യം കേട്ടു ഹിറ്റായി ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ വന്നതാണ്. പക്ഷേ വിഷ്വൽ സൈഡും കൂടി വന്നപ്പോൾ അതിൽ ഇവരെല്ലാവരും കൂടി ചക്ക പൊളിച്ച് നിന്ന സീനുണ്ട്. അതേപോലെ മോഹൻലാൽ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന സീൻ, മോഹൻലാൽ അങ്ങോട്ട് ചൈൽഡിഷ് ആയിട്ട് അങ്ങോട്ട് ബിഹേവ് ചെയ്തോണ്ടല്ലോ, അത് മതി ട്രീറ്റ്. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടോ, ധൈര്യമായിട്ട് പോയി കണ്ടോ. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിൽ കൊടുത്ത പൈസ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഒറ്റ പേരുള്ള മോഹൻലാൽ അവസാനം കാണിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും. അത് പലർക്കും ഉള്ള താക്കീതാണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ എങ്ങും പോയിട്ടില്ല. പുള്ളി വിസ്മയങ്ങൾ തുടരും. ആ വിസ്മയങ്ങൾ കാണാൻ ഇനിയും ഈ ജന്മം തരുന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.